ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഭാരതം ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൽരാജ്യമെന്ന നിലയിൽ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ഭാരതത്തിന്റെ നിലപാടുകളെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നു. ബംഗ്ലാദേശിലെ സമാധാനവും ജനാധിപത്യവും ഭാരതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമാണ്. ബംഗ്ലാദേശിലെ ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി കാര്യക്ഷമമായ ഇടപെടലുകൾ തുടരുമെന്നും രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഭാരതം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഭാരതത്തിന്റെ താല്പര്യം? ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ ജനതയുടെ താല്പര്യം അതനുസരിച്ചായിരിക്കും ഭാരതത്തിന്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഐസൻ പറ. തീർച്ചയായും രാഖി, ഭാരതത്തിൻ്റെ നിലപാട് സംബന്ധിച്ച് കൃത്യതയാർന്ന ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ രൺധീർ ജയ്സ്വാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രസ്താവനയായി തന്നെ അത് ഇന്നലെ രാത്രിയോടെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മുഹമ്മദ് യൂനുസ് ഇന്നലെ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് പിന്നാലെ കൃത്യമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് വധശിക്ഷ ഒരു കോടതി വിധിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി ഭാരതത്തിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത്. ഇതിനൊരു മറുപടി കൂടിയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ സുരക്ഷയും സമാധാനവും അതുപോലെ തന്നെ ഇരു ദേശങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും സംബന്ധിച്ച കൃത്യമായ നിലപാടുകളിലൂടെയായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോവുക. നിലവിലെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങളും ആ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന നിലപാടും വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുകയും വധശിക്ഷ വിധിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. 2024 ബംഗ്ലാദേശ് കലാപത്തിൽ അവർ അവിഹിതമായ ചില ഇടപെടലുകൾ നടത്തി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി പേരെ കൊലപ്പെടുത്തി രക്ഷപ്പെടുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തി എന്ന രീതിയിലൊക്കെയുള്ള ഒരു വ്യാഖ്യാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ആ കോടതി സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഇപ്പോൾ താൽക്കാലിക സർക്കാരിൻ്റെ ഭാഗമായാണ്. അത്തരത്തിൽ താൽക്കാലിക സർക്കാർ സ്ഥാപിച്ച ഒരു കോടതിയുടെ വിധി അംഗീകരിക്കാനാവില്ല. കോടതിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സർക്കാർ, വ്യവസ്ഥാപിത സംവിധാനങ്ങളിലല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരു സർക്കാർ തീരുമാനിച്ച ഒരു കോടതിയുടെ വിധിയും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് ഷെയ്ഖ് ഹസീനയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവരെ ഭാരതത്തിൽ നിന്നും തിരിച്ചയക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ തുടർ ചർച്ചകളും നയതന്ത്ര ചർച്ചകളും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഷെയ്ഖ് ഹസീന സമീപിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഉടനൊന്നും ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയായാലും വിഷയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. രാഖി. ശരി ഐസൻ, എന്തായാലും ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഭാരതം. എന്തായാലും ഭാരതത്തിന്റെ നിലപാട് എപ്പോഴും ജനതയ്ക്കൊപ്പമാണ്, ബംഗ്ലാദേശിലെ ജനതയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ സമാധാനവും ജനാധിപത്യവും ഭാരതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് എന്നത് കൂടി അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്.